അധികാരത്തിലേറിക്കഴിഞ്ഞാൽ പല ഭരണാധികാരികൾക്കും വരുന്ന അതേ അസുഖം ട്രംപിനും പിടിപെട്ടിരുന്നു എന്നതിന് തെളിവുകൾ ലഭിച്ചിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിലൊന്നായ അമേരിക്കയിൽ ഭരണം നിലനിർത്താനായി അണിയറയ്ക്ക് പിന്നിൽ വൻ ഗൂഢാലോചനകൾ നടന്നതായി റിപ്പോർട്ട്. അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സാണ് വിവരങ്ങൾ പുറത്തുവിട്ടത്. കഴിഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന ഉയർന്ന ഉദ്യോഗസ്ഥനാണ് പിന്നണിയിൽ പ്രവർത്തിച്ചത്. രാജ്യത്തെ പകുതിയിലധികം സംസ്ഥാനങ്ങളിൽ ഉപയോഗിക്കുന്ന വോട്ടിംഗ് മെഷീനുകൾ നിരോധിക്കാൻ ഉദ്യോഗസ്ഥൻ അതീവ രഹസ്യമായി കരുക്കൾ നീക്കി എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തീവ്ര വലതുപക്ഷ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ തെളിയിക്കാൻ ട്രംപ് നേരിട്ട് ചുമതലപ്പെടുത്തിയ വൈറ്റ് ഹൌസ് ഉപദേശകനും അഭിഭാഷകനുമായ കർട്ട് ഓട്സൺ ആണ് ഈ വിവാദ നീക്കങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത്. ഡൊമിനിയൻ വോട്ടിംഗ് സിസ്റ്റം മെഷീനുകളെ ലക്ഷ്യമിട്ടായിരുന്നു ഓൾസന്റെ പ്രയോഗം. അമേരിക്കൻ ഭരണഘടനയനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള പൂർണ്ണ അധികാരം അതത് സംസ്ഥാനങ്ങൾക്കാണ്. എന്നാൽ ഈ അധികാരം ഫെഡറൽ ഗവൺമെന്റിന്റെ കൈകളിൽ എത്തിക്കുക എന്നതായിരുന്നു ട്രംപിന്റെയും ഓൾസന്റെയും യഥാർത്ഥ ലക്ഷ്യം. വോട്ടിംഗ് മെഷീനുകൾക്ക് പകരം രാജ്യവ്യാപകമായി കൈകൾ കൊണ്ടെണ്ണാവുന്ന പേപ്പർ ബാലറ്റുകൾ കൊണ്ടുവരാനാണ് ഓൾസൺ ശ്രമിച്ചത്. എന്നാൽ ഇത് കൃത്യത കുറഞ്ഞതും തിരിമറികൾക്ക് വലിയ സാധ്യതയുള്ളതുമാണെന്നാണ് തെരഞ്ഞെടുപ്പ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയത്. ഡൊമിനിയൻ മെഷീനുകളിൽ വെനസ്വേലൻ കോഡുകൾ ഉപയോഗിച്ച് ഹാക്കിംഗ് നടത്തി ട്രംപിന്റെ വിജയം അട്ടിമറിച്ചെന്ന വ്യാജ ആരോപണമാണ് ഇവർ ഉന്നയിച്ചത്. മുൻപ് കോടതികൾ തള്ളിക്കളഞ്ഞ ഈ വാദത്തിന്റെ പേരിൽ ഫോക്സ് ന്യൂസ് ചാനലിന് 2023 ഡൊമിനിയൻ കമ്പനിക്ക് $787 മില്യൺ നഷ്ടപരിഹാരം നൽകേണ്ടി വന്നിട്ടുമുണ്ട്. മാത്രമല്ല, പ്യൂട്ടോറിക്കോയിലെ തെരഞ്ഞെടുപ്പ് മെഷീനുകൾ പിടിച്ചെടുത്ത് ഇവർ നടത്തിയ പരിശോധനയിൽ ചൈനീസ് ചിപ്പുകളുണ്ടെന്ന് വരുത്തി തീർക്കാൻ നോക്കിയെങ്കിലും അത് വെറും സാധാരണ ഇന്റൽ ചിപ്പ് മാത്രമാണെന്ന് തെളിഞ്ഞു. ഇതോടെ നാണക്കേട് മറയ്ക്കാൻ റിപ്പോർട്ടിൽ ഏഷ്യൻ ചിപ്പുകൾ എന്ന് ഇവർ തിരുത്തി എഴുതുകയായിരുന്നു. വരാനിരിക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പുകളിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് തിരിച്ചടിയുണ്ടായാൽ വോട്ടെടുപ്പ് തടസ്സപ്പെടുത്താനും വ്യാജ അട്ടിമറി ആരോപണങ്ങൾ ഉന്നയിക്കാനും ഭരണകൂടം ശ്രമിക്കുമെന്നാണ് ഡെമോക്രാറ്റുകളുടെ ഭീതി. ജനാധിപത്യത്തിന് ഭീഷണിയായ കർട്ട് ഓൾസനെ ഉടനടി പുറത്താക്കണമെന്ന് ഡെമോക്രാറ്റിക് US സെനറ്റർ അലക്സ് പാഡില ആവശ്യപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ ഈ റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ ബോധപൂർവം ചമച്ച വ്യാജ വാർത്തകളാണെന്നാണ് വൈറ്റ് ഹൌസ് വക്താവ് ഡേവിസ് ഇംഗിളിന്റെ പ്രതികരണം. വിഷയത്തെ തുടർന്ന് അമേരിക്കൻ രാഷ്ട്രീയം വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രക്ഷുബ്ധമാകുമെന്ന് ഉറപ്പാണ്.